സായിപ്പിൻ്റെ കുമ്പസാരം യുക്തിവാദി ലോകത്തെ, പ്രത്യേകിച്ച് പാശ്ചാത്യ യുക്തിവാദി ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. സ്വതന്ത്ര ചിന്തകരെ പിന്നോട്ടടിച്ചിരിക്കുകയാണ്. എന്നാൽ കേരളത്തിലെ യുക്തിവാദികൾ ഇന്നേ വരെ, ഈ നിമിഷം വരെ ഇത് ചർച്ചയ്ക്കെടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇതാണോ സ്വതന്ത്ര ചിന്തകരുടെ, യുക്തിവാദികളുടെ നീതിബോധമെന്ന് ചോദിച്ചു പോവുകയാണ്. ഇവിടെ ഒരു പഴഞ്ചൊല്ലോർത്ത് പോകുന്നു, ഒരു നാട്ടുചൊല്ല്. പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ, ഇപ്പോൾ ദൈവം കൂടെ കൂടെ എന്നുള്ള നാട്ടുചൊല്ല് ഓർത്തു പോവുകയാണ്. യൂറോപ്പിൽ മുഴുവൻ പള്ളികൾ മോസ്കുകളായി മാറുന്നു, ബാറുകളായി മാറുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ മീഡിയയിൽ കടുത്ത ആഘോഷമായിരുന്നല്ലോ. എന്നാൽ ഇന്ന് അതിനെക്കുറിച്ച് വിലപിക്കുന്ന സായിപ്പിൻ്റെ പ്രസ്താവന, തങ്ങൾ തള്ളിപ്പറഞ്ഞതിനെ ഓർത്ത് കരയുന്ന സായിപ്പിൻ്റെ പ്രസ്താവന ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നല്ലേ, യുക്തിവാദികളുടെ നേതാക്കളുടെ നേതാവ്, രാജാക്കന്മാരുടെ രാജാവ്, ചക്രവർത്തി എന്ന് വിളിക്കപ്പെടുന്ന റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ കുമ്പസാരം. ഞാനൊരു കൾച്ചറൽ ക്രിസ്ത്യാനിയാണ്, എൻ്റെ രാജ്യം ഒരു കൾച്ചറലി ക്രിസ്ത്യൻ രാഷ്ട്രമാണ്. ഏതെങ്കിലും ഒരു മതം ഏറ്റെടുക്കേണ്ടി വന്നാൽ ഞാൻ ക്രിസ്ത്യാനിറ്റി തിരഞ്ഞെടുക്കും. ക്രിസ്ത്യാനിറ്റി ഒരു അനിവാര്യതയാണെന്ന് പറയുന്നു. ക്രിസ്ത്യൻ മൂല്യങ്ങൾ യൂറോപ്പിനെ രൂപപ്പെടുത്തി എന്നുള്ള കുമ്പസാരമാണ്. അതോടൊപ്പം പറയാണ് ക്രിസ്ത്യാനിറ്റി ഒരു ഡീസൻറ്റ് മതമാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ നീണ്ടുപോവുകയാണ്. എന്നാൽ കേരളത്തിൽ ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വാക്കുകൾ ഒട്ടും യുക്തിയില്ലാത്ത, കുട്ടിത്തം നിറഞ്ഞ, വിഡ്ഢിത്തം നിറഞ്ഞ ചോദ്യം ഇവിടെ ഏറ്റെടുക്കുമ്പോൾ കാര്യകാരണ സഹിതം ക്രിസ്ത്യാനിറ്റി എന്തിനു വേണ്ടി, അതിൻ്റെ അനിവാര്യത എന്തെന്ന് പഠിപ്പിക്കുന്ന യുക്തിവാദികളുടെ നേതാവിൻ്റെ പ്രസ്താവന നെഞ്ചിലേറ്റാൻ ആളിൽ നിന്നുള്ളതാണ്. അദ്ദേഹം കൂടുതലായി പറയുകയാണ്, എനിക്ക് ക്രിസ്ത്യൻ ഗാനങ്ങൾ ഇഷ്ടമാണ്, ക്രിസ്ത്യൻ ഗീതങ്ങൾ ഇഷ്ടമാണ്, പള്ളിയിലെ ഉയരുന്ന പ്രാർത്ഥനകൾ എനിക്കിഷ്ടമാണ്, കരോൾ ഗാനങ്ങൾ എനിക്കിഷ്ടമാണ്, നമ്മുടെ പള്ളികൾ, അദ്ദേഹം പറയാണ്, നമ്മുടെ പള്ളികൾ ഞാൻ സ്നേഹിക്കുന്നു, നമ്മുടെ കത്തീഡ്രൽ പള്ളികൾ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇതെല്ലാം നഷ്ടപ്പെടുന്നത് വലിയ അപകടമാണെന്ന് അദ്ദേഹം ഏറ്റുപറയുകയാണ്. എന്നിട്ടും കേരളത്തിലെ യുക്തിവാദികൾ ഇത്തരമൊരു ഏറ്റുപറച്ചിലിനെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ യുക്തിവാദികളുടെ നീതിബോധത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുവാനിടയാകുന്ന സാഹചര്യം. എന്നാൽ ഇതിന് നേരെ വിപരീതമായൊരു പ്രതിഭാസം കേരളത്തിലെ യുക്തിവാദികൾക്കിടയിൽ നടക്കുന്നുണ്ട്. വലതുപക്ഷ തീവ്രവാദത്തിലേക്ക്, എക്സ്ട്രീമിസത്തിലേക്ക് പോകുന്ന യൂറോപ്യൻ രാജ്യങ്ങളെക്കുറിച്ചും അവിടുത്തെ നേതാക്കളെക്കുറിച്ചും ഇവിടെ കാര്യമായ ചർച്ചയാണ് നടക്കുന്നത്. എന്നാൽ എക്സ്ട്രീമിസത്തിലേക്ക്, വലതുപക്ഷ തീവ്രവാദത്തിലേക്ക്, തീവ്ര നിലപാടിലേക്ക് സായിപ്പുമാരെ കൊണ്ട് എത്തിച്ചതെന്താണ്? സമൃദ്ധിയുടെ നടുവിൽ അവർക്ക് സമൃദ്ധി നൽകിയ ക്രിസ്തുവിനെയും ക്രിസ്ത്യാനിറ്റിയെയും മറന്നുപോയി. ക്രിസ്ത്യൻ മൂല്യങ്ങളുടെ ആവശ്യകത അവർ മറന്നുപോയി. ഇപ്പോൾ എന്ത് പറ്റുന്നു? വിലപിക്കുന്നു. ഒരു കൂട്ടർ വിലപിക്കുന്നു, ഇവിടെ റിച്ചാർഡ് ഡോക്കിൻസിനെ പോലെയുള്ള വിലാപം ഉയർത്തുകയാണ്. മറ്റൊരു കൂട്ടർ എക്സ്ട്രീമിസത്തിലേക്ക് പോകുന്നു. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ചയറിയില്ല എന്നുള്ള പഴഞ്ചൊല്ല് ഇപ്പോൾ സായിപ്പിൻ്റെ നാട്ടിൽ അന്വർത്ഥമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലെ ചിന്തിക്കുന്നവരോടും യുക്തിവാദികളോടും പറയാനുള്ളത്, ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ ക്രിസ്തു ദൈവമാണോ, ബൈബിൾ ദൈവീ ഗ്രന്ഥമാണോ എന്നുള്ളത് ചോദ്യമേറെയാണ്. പക്ഷേ ഈ ലോകത്ത് മതേതര ജനാധിപത്യ മാനവികത പുലരുവാൻ, ജാതി ചിന്തകളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുവാൻ, വിദ്യാഭ്യാസവും വികസനവും കൊണ്ടുവരുവാൻ ക്രിസ്ത്യാനിറ്റി ഒരു അനിവാര്യതയാണ് എന്ന് ഉറക്കപ്പറയുന്ന സായിപ്പിനെ ചർച്ച ചെയ്യുവാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നുള്ള ചോദ്യമാണ്. ഇവിടെയാണ് 1-ാം നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്ത്യാനിറ്റി യൂറോപ്പിലേക്ക്, പാശ്ചാത്യ യൂറോപ്പിലേക്ക് കടന്നു ചെന്നു, അറബി നാടുകളിലെ പോലെ തന്നെ. അങ്ങനെ തല്ലാൻ പറഞ്ഞാൽ കൊന്നിട്ട് വരുന്ന സംസ്കാരമുള്ള യൂറോപ്യൻസിനെ പരിഷ്കൃത സമൂഹമാക്കി 1-ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്ത്യാനിറ്റി പരിവർത്തനം ചെയ്തു തുടങ്ങി, മാറ്റം വരുത്തി തുടങ്ങി. അങ്ങനെ ക്രിസ്ത്യാനിറ്റി കടന്നു വന്നപ്പോൾ അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വികസനങ്ങളും ഉണ്ടായി. കാലക്രമത്തിൽ സമൃദ്ധി കിട്ടിയപ്പോൾ അവർ സാമ്രാജ്യത്വ ശക്തികളായി വളരുവാൻ അവർ വീണ്ടും ആഗ്രഹിച്ചു. അവരുടെ പ്രാകൃത സ്വഭാവത്തിലേക്ക് അവർ മെല്ലെ മെല്ലെ തിരിച്ചു പോകാൻ തുടങ്ങി. അങ്ങനെ സാമ്രാജ്യത്വ ശക്തികളായി മാറി ഏതാനും നൂറ്റാണ്ടുകൾ വിവിധ യൂറോപ്യൻ ശക്തികൾ ലോകത്തെ അടക്കി ഭരിച്ചു. എന്നാൽ അവരിൽ വേരുവാകിയിരുന്ന ക്രിസ്ത്യാനിറ്റി അവരോട് പറഞ്ഞത് ശരിയല്ല എന്ന് പറയുകയും അവർ ജനാധിപത്യ മൂല്യങ്ങളിലേക്ക് തിരിച്ചു നടക്കുകയും ചെയ്തു. അങ്ങനെ വീണ്ടും അവർക്ക് സമാധാനവും സമൃദ്ധിയും ഉണ്ടായി. ഈ സമാധാനത്തിലും സമൃദ്ധിയിലും ഇപ്പോഴുള്ള യൂറോപ്യൻസിൻ്റെ സായിപ്പിൻ്റെ പിന്മുറക്കാർ ഈ സമാധാനവും സമൃദ്ധിയും നൽകിയ ക്രിസ്ത്യൻ മൂല്യങ്ങളെ മാറ്റിയവർ,
എന്നിട്ട് പറഞ്ഞ് നമുക്ക് സ്വതന്ത്രരാകാമെന്ന് പറഞ്ഞു. അങ്ങനെ ക്രിസ്ത്യൻ മൂല്യങ്ങളെ മാറ്റിയപ്പോൾ അവിടെ പകരം അസഹിഷ്ണുതയുടെയും അസ്വസ്ഥതയുടെയും അക്രമത്തിൻ്റെയും ശക്തികൾ പിടിമുറുക്കി തുടങ്ങി. ഇപ്പോൾ റിച്ചാർഡ് ഡോക്കിൻസിനെ പോലെയുള്ള ഒരു കൂട്ടർ വിലപിക്കുന്നു, കരയുകയാണ്. മറുകൂട്ടർ തീവ്രമായ പ്രതികരണങ്ങളിലേക്ക് പോകുന്നു. ഇതാണിപ്പോൾ യൂറോപ്പിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിലൊന്നും സന്തോഷിക്കുന്നതൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ താമസിയാതെ തന്നെ യുക്തിവാദികളുടെ ചക്രവർത്തിയായിരിക്കുന്ന റിച്ചാർഡ് ഡോക്കിൻസിന് ക്രിസ്ത്യാനിറ്റി ഒരു സാമൂഹ്യ രാഷ്ട്രീയ ജനാധിപത്യ അനിവാര്യതയാണ് എന്നുള്ള ഗ്രന്ഥം പ്രസിദ്ധീകരിക്കാൻ ഇടയാകട്ടെ എന്നും കേരളത്തിലെ യുക്തിവാദികൾക്ക് അദ്ദേഹത്തിൻ്റെ ഫാൻസുകാർക്ക് അത്തരമൊരു ഗ്രന്ഥം വായിക്കുവാനും പ്രചരിപ്പിക്കുവാനും ആസ്വദിക്കുവാനുമുള്ള സാഹചര്യം ഒരുങ്ങട്ടെ എന്നും ആശംസിക്കുന്നു.